അപ്പോൾ നമ്മളിത് വെക്കേഷന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു ചാപ്റ്റർ. എലമെൻറ്റ്സ് ഓഫ് HTML ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ HTML എന്ന് പറയുന്നത് നമുക്ക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് HTML ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വെബ് പേജസ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? വേരിയസ് HTML ടാഗ്സ് ആൻഡ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ HTML പേജിന് വേണ്ട മോഡിഫിക്കേഷൻസ് കൊടുക്കുന്നത്. നമ്മൾ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിട്രീവ് ചെയ്യുന്ന പേജസിനെയാണ് നമ്മൾ വെബ് പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റ് എങ്ങനെ വരണം, ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ നമുക്ക് ടൈറ്റിൽ എങ്ങനെ കൊടുക്കാം ആൻഡ് അതിൻ്റെ ബോഡി പാർട്ട് കണ്ടൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ വേരിയസ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേരിയസ് HTML ടാഗ് യൂസ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിനും ആൻഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന് കളർ ചേഞ്ച് ചെയ്യുന്നതിന്, അതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നതിന്, അതിൻ്റെ സൈസ് ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ഹെഡിങ് കൊടുക്കുന്നതിനുള്ള ടാഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ലിങ്ക് കൊടുക്കുന്ന സമയത്ത് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ ലിങ്കായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിങ്കായിട്ടോ എങ്ങനെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ ഇമേജസ് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തിരുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് നമ്മളൊരു വെബ് പേജ് ലോഡാവുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തുമാത്രം ഇമേജസ് അല്ലെങ്കിൽ റിട്ടേൺ കണ്ടൻറ്റ് മാത്രം ആവണം എന്നല്ല, എന്തുണ്ടാകാം ചില സമയത്ത് നമുക്കതിൽ വീഡിയോസായിട്ട് ചില കണ്ടൻറ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ ആനിമേറ്റഡ് കണ്ടൻറ്റ് നമ്മളുടെ വെബ് പേജസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ചില സമയത്ത് എന്തുണ്ടാകും, ഓഡിയോസ് ഉണ്ടാകും. നമ്മൾ ഒരു വെബ് പേജിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് സർട്ടൻ ഓഡിയോസ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് ഈ ഒരു വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒരു ചെറിയ പാർട്ടാണ് മൾട്ടിമീഡിയ ഇൻ HTML. എങ്ങനെ നമുക്ക് മൾട്ടിമീഡിയ കണ്ടൻറ്റ് HTML പേജസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു HTML യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിമീഡിയ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എംബെഡ് ടാഗ്. ഓക്കെ, എംബെഡ് ടാഗ് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത്? എംബെഡ് ടാഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെയർഡ് ടാഗാണ്. ഓപ്പണിംഗ് ടാഗ് ഉണ്ടാകും ആൻഡ് ക്ലോസിംഗ് ടാഗ് ഉണ്ടാകും. ഇതിനുള്ളിലാണ് നമ്മൾ കണ്ടൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, എംബെഡ് മീൻസ് എംബെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇമേജസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമേജ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ഇമേജസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു സേവ് പാത്ത് ഡയറക്ഷൻ നമ്മൾ എവിടെ കൊടുക്കണം, നമ്മളുടെ SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇമേജിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് അവിടെ ഇൻസേർട്ട് ചെയ്ത് വരുന്നത്. ലൈക്ക്വൈസ് ഇൻ മൾട്ടിമീഡിയ, ഇൻ കേസ് ഓഫ് മൾട്ടിമീഡിയ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് മൾട്ടിമീഡിയ കണ്ടൻ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എവിടെയാണോ നമ്മളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഡയറക്ഷൻ, ഓക്കെ, ആ ഒരു പാത്ത് ഏതാണോ അത് നമ്മൾ എംബെഡ് ടാഗിൻ്റെ SRC ആട്രിബ്യൂട്ടിൽ വാല്യൂ ആയിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇമേജിൽ പറഞ്ഞതുപോലെ തന്നെ ഇമേജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ അത് ഡിസ്പ്ലേ ചെയ്യുന്ന സൈസ് എത്രയാണ്, ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് കൊടുക്കാം. അതിൻ്റെ പിക്സൽ എത്രയാണെന്നുള്ളതും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അത് ഓപ്ഷണലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് കണ്ടൻ്റാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മളുടെ HTML പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിമീഡിയ കണ്ടൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എംബെഡ് ടാഗാണ്. ഓക്കെ, ഇത് പെയർഡ് ടാഗാണ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സ് ഉണ്ടായിരിക്കും. ഓക്കെ,
this tag causes browser itself to include control for the multimedia, automatically provide browser support embed tag and given media type. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എംബഡ് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിനെ ഓട്ടോമാറ്റിക്കലി ബ്രൗസറിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എംബഡ് ടാഗാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചില കേസിൽ നമ്മൾ നമുക്കറിയാം ചില കേസിൽ നമ്മളുടെ റേഞ്ചിൻ്റെ പ്രോബ്ലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ സെർവർ ബിസി ആവുന്ന സമയത്തൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കണ്ടൻറ്റ് പേജിൽ ലോഡായി വരണമെന്നില്ല. ഓക്കെ, ചില സമയത്ത് നമുക്ക് എന്താവും, പോസായിട്ട് നിൽക്കും. നമ്മളുടെ ഡൗൺലോഡിങ് സെഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വെബ് പേജ് ലോഡായി വരുന്ന സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ചില സമയത്ത് എന്താകും, പോസായിട്ട് നിൽക്കും. ഇത് നമ്മളുടെ സെർവറിൽ ഒരു സമയം ഒരുപാട് യൂസേഴ്സ് എൻ്റർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനൊരു ബിസി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ, ചില അൺഫോർസീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ യൂസർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വയ്ക്കുക. അതായത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വീഡിയോ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ഡിസ്പ്ലേ ചെയ്യണം. ചില കേസിൽ നമുക്ക് അറിയാം, വീഡിയോ നമ്മൾ ലോഡാവുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഡാറ്റ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചില ഇമേജസ് ബ്രോക്കൺ ആയിട്ടുള്ള ഇമേജസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇമേജ് കുഡ് നോട്ട് ഡിസ്പ്ലേഡ് എന്നുള്ള ഇൻഫോർമേഷനായിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്ത് ആണ് ഓൾട്ടർനേറ്റീവായിട്ട് വരേണ്ടത് എന്നുള്ളതുകൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് നോ എംബഡ് ടാഗ്. അതായത് എംബഡ് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിട്രീവ് ചെയ്യുന്ന ആ ഒരു കണ്ടൻറ്റ്, മൾട്ടിമീഡിയ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പകരം അവിടെ എന്ത് ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇമേജ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോ എംബഡ് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നോ എംബഡ് ടാഗ് ഈസ് യൂസ്ഡ് ഫോർ ദ ബ്രൗസർ വിച്ച് കനോട്ട് റെക്കഗ്നൈസ് ദ എംബഡ് ടാഗ്. നമ്മൾ എംബഡ് ടാഗ് യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പകരം ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടൻറ്റാണ് നോ എംബഡ് ടാഗ് യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഹെഡ് പോർഷൻ നമുക്കറിയാം, നിങ്ങൾ മറന്നു പോയിട്ടുണ്ട്, ഒന്നുകൂടെ ഫെമിലിയറൈസ് ആവുന്നതിന് വേണ്ടിയിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് കൊടുക്കും, ദെൻ HTML ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹെഡ് സെക്ഷൻ, അതായത് ടൈറ്റിൽ സെക്ഷൻ എന്താണോ അത് കൊടുക്കുന്നതിന് വേണ്ടി ഹെഡ് പോർഷൻ നമ്മൾ കൊടുക്കും. ആൻഡ് ഹെഡ് പോർഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യും. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ എന്താ നോക്കുന്നത്, ഒരു മൾട്ടിമീഡിയ കണ്ടൻറ്റ്, ഒരു വീഡിയോ ആണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എംബഡ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് എംബഡ് ടാഗിൻ്റെ ഏത് ആട്രിബ്യൂട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്, SRC മീൻസ് നമ്മളുടെ പാത്ത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. SRC ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്താണ് വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്, വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുക്കേണ്ടത്. വാല്യൂ എന്താ കൊടുക്കേണ്ടത്, നമ്മളുടെ എവിടെയാണ് നമ്മളുടെ ഈ ഒരു കണ്ടൻറ്റ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സിസ്റ്റത്തിൽ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പാത്താണ് നമ്മൾ SRCയിൽ കൊടുക്കേണ്ടത്. ആൻഡ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന സമയത്ത് അതിന് വിഡ്ത്ത് എത്ര വേണം, അതുപോലെ തന്നെ ഹൈറ്റ് എത്ര വേണം, അത് നമുക്ക് ഓപ്ഷണലായിട്ട് എന്ത് കൊടുക്കാം, നമ്മളുടെ ഡിസ്പ്ലേ ചെയ്യേണ്ട സൈസ് എത്രയാണെന്നുള്ളത് കൊടുക്കാം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീഡിയോയുടെ സൈസ് എത്രയാണോ അതിലായിരിക്കും ഈ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എംബഡ് ടാഗ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അതല്ല, ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ബ്രൗസറിന് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് അവിടെ വരേണ്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് വരേണ്ട ഇമേജ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നോ എംബഡ് ടാഗ് ആണ്. ഓക്കെ, നോ എംബഡ് ടാഗിൽ എന്ത് കൊടുക്കണം, നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇമേജാണ്. ഓക്കെ, ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ഓൾട്ടർനേറ്റീവ് മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓൾട്ട് ഓപ്ഷനും യൂസ് ചെയ്യാം. ഇവിടെ ഓൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇമേജിൻ്റെ കേസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് ഓൾട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, SRC ഓൾട്ടൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോ എംബെഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇമേജാണ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അതായത് ഈ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ടൊരു ഇമേജ് അവിടെ ഡിസ്പ്ലേ ആകും. അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് ഓൾട്ടർനേറ്റീവ് മീഡിയ എന്നുള്ളൊരു വേർഡ്, ഒരു ടെക്സ്റ്റും നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം. ഒരു കറണ്ട് എക്സാമ്പിൾ നമ്മൾ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നോ എംബെഡ് ടാഗ് ക്ലോസ് ചെയ്യുക, അതുപോലെ എംബെഡ് ടാഗും ക്ലോസ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? നമ്മൾ ഒരു വെബ് പേജിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്ന വീഡിയോ എന്താണെന്നുണ്ടെങ്കിൽ അത് പ്ലേ ആകും. അതല്ലെങ്കിൽ ബ്രൗസറിന് അത് പ്ലേ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ്ലി അവിടെ ഒരു ഇമേജ് വരും. അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും, ഒരു ടെക്സ്റ്റ് ആയിരിക്കും നമ്മളുടെ വെബ് പേജിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് ഓഡിയോസ് നമ്മളുടെ വെബ് പേജിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ നമ്മളെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? HTML BG sound tag is used to play a soundtrack in the background of a web page. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടാഗാണ് BG സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ്. ആൻഡ് ഈ ഒരു ടാഗിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, നമുക്ക് വേരിയസ് ബ്രൗസേഴ്സ് ഉണ്ടെങ്കിലും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ നമുക്ക് ഈ ഒരു ടാഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറ്റ് ബ്രൗസേഴ്സിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെയർഡ് ടാഗാണ്. നമ്മൾ എന്താണോ കൊടുക്കേണ്ടത്, നമുക്ക് ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എന്താണോ കൊടുക്കേണ്ടത് അതിൻ്റെ പാത്ത് എന്താണെന്നുള്ളത് നമ്മൾ SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സിംപ്ലി അത്രയും നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കേസിൽ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഏതൊക്കെ ടൈം ഈ ഒരു പേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിരിക്കുന്ന പേജ് റിഫ്രഷ് ചെയ്യുന്നോ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വീണ്ടും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ബോഡി പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് BG സൗണ്ട് SRC ആണ്. ഓക്കെ, BG സൗണ്ടാണ് നമ്മളുടെ ടാഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർ സൗണ്ട് കൊടുക്കുന്ന ടാഗ് BG സൗണ്ടാണ്. ആൻഡ് അതിൻ്റെ SRC ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഏത് മ്യൂസിക്കാണ് നമുക്ക് പ്ലേ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പാത്ത് നമ്മൾ SRC ആട്രിബ്യൂട്ടിൽ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ BG സൗണ്ട്. ആൻഡ് അതിനുശേഷം BG സൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് അവിടെ പ്ലേ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി അവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോ എംബെഡ് ഓപ്ഷൻ ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോ എംബെഡ് ഓപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് നോ എംബെഡ് ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ എംബെഡ് ടാഗിനുള്ളിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എംബെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലായിരിക്കണം നോ എംബെഡ് ടാഗ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കേസിലാണ്. സോ BG സൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിലാണ് നമ്മൾ നോ എംബെഡ് ടാഗ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിന് ശേഷം BG സൗണ്ടിൻ്റെ ടാഗ് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോ എംബെഡ് എന്ന് പറയുന്നത് നമ്മളുടെ BG സൗണ്ട് അല്ലെങ്കിൽ എംബെഡ് ടാഗിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് എന്തുകൊണ്ട് ഇതാവുന്നില്ല എന്നുള്ളത് നമുക്ക് ഒരു ഇമേജ് വഴി ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കേസിലുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മൾട്ടിമീഡിയൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യും എന്നുള്ളത് പഠിച്ചതാണ്. ആൻഡ് ടേബിൾസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യും എന്നുള്ളത് നോക്കിയതാണ്. ആൻഡ് ഹൈപ്പർ ലിങ്ക്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കേസസ്. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയ ആണ് നോക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിടാം. CSS എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഏരിയാസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ CSS അല്ലെങ്കിൽ കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് CSSൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്, കണ്ടൻറ്റിനെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, നമ്മൾ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലാണെന്നുണ്ടെങ്കിലും ഓർ മറ്റ് മീഡിയ വഴി എങ്ങനെയാണ് നമ്മളുടെ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു ഫോർമാറ്റിനെ തന്നെയാണ് നമ്മൾ CSS എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് CSS ബേസ്ഡ് ആയിട്ടുള്ള HTML എലമെൻറ്റ്സ് ആണ് ഓർ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ. സോ CSS describe how HTML elements are to be displayed on screen, paper or in other media. ഇനി എങ്ങനെയത് നമ്മൾ ചെയ്യുന്നത്? നമുക്കിത് ഈ ഒരു CSS യൂസ് ചെയ്യുന്നത് 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് CSS ഫോർമാറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്നത് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്സ് ആയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടേക്ക് ഏതൊക്കെ ടാഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി ആ ടാഗിനൊക്കെ നമുക്ക് വേണ്ട സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, വേരിയസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ ഒരു മെത്തേഡാണ്. നമുക്ക് നമ്മുടെ വെബ് പേജസിനെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സ്റ്റൈൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു മെത്തേഡിനെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന മെത്തേഡിനെ. ഇത് കൂടാതെ 2 മെത്തേഡ് കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് ആൻഡ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ഇത് 3ഉം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണ് ഇവിടെ CSS ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ ഓരോ ടാഗിനും ഓരോ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഈ ഓരോ പ്രോപ്പർട്ടിക്കും എന്തുണ്ടാകും, ഒരു നെയിമും വാല്യൂ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വേർഡ് എടുക്കുകയാണെന്ന് വയ്ക്കുക. ഒരു വേർഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. നമുക്കതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് P ടാഗിൻ്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കും, അതിൻ്റെ കളറ് എന്ത് കളറാണ്, എന്ത് സൈസാണെന്നൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇത് CSSൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു വേർഡിന് വേണ്ട ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ പ്രോപ്പർട്ടിയും നമ്മൾ എങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നത്, ഒരു കോളൻ വെച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളൊക്കെ നോക്കുക, ഒരു കോളൻ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ വാല്യൂ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ ഓരോ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഡിഫറൻസസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോമ യൂസ് ചെയ്യുന്നതിന് പകരം ഓരോ പ്രോപ്പർട്ടിയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെമി കോളൻ യൂസ് ചെയ്തിട്ടുമാണ്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം നെക്സ്റ്റ് ക്ലാസ്സസിലായിട്ട്. ഇപ്പം CSS എന്ന് പറയുന്നത് നമ്മളുടെ ഓവറോൾ വെബ് പേജസിന് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ HTML എലമെൻസിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഷീറ്റാണ്. നമ്മൾ ഡിഫറെൻറ്റ് വെബ് പേജസിന് ഡിഫറെൻറ്റ് ഫോർമാറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്കൊരു കോമൺ ആയിട്ടുള്ള കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഓവറോൾ വെബ് പേജിനെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് CSSൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.